നമസ്കാരം. അറബിക്കടലിൻ്റെ വടക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ കറാച്ചി ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയണിൻ്റെ അതിർത്തിക്ക് സമീപം അന്താരാഷ്ട്ര വ്യോമപാതയിൽ ഇന്ത്യൻ നാവികസേനയുടെയും US നാവികസേനയുടെയും അത്യാധുനിക പെട്രോളിംഗ് വിമാനങ്ങൾ ഒരേ സമയം നിരീക്ഷണം നടത്തിയത് അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. പബ്ലിക് ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലൈറ്റ് റഡാർ 24 പോലെയുള്ളവയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം US നാവികസേനയുടെ P-8A പ്രൊസൈഡർ വിമാനവും ഇന്ത്യൻ നാവികസേനയുടെ P-8I പ്രൊസൈഡർ വിമാനവും കറാച്ചിക്ക് തെക്ക് പടിഞ്ഞാറായി അന്താരാഷ്ട്ര സമുദ്ര പരിധിക്ക് മുകളിലൂടെ പ്രത്യേകമായി സർവീസ് നടത്തുന്നതായി കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും സങ്കീർണവും ആധുനികവുമായ 2 പ്രതിരോധ സംവിധാനങ്ങൾ ഒരേ വ്യോമ മേഖലയിൽ വളരെ അടുത്തായി പ്രവർത്തിച്ചു എന്നത് പ്രതിരോധ നിരീക്ഷകരുടെ വലിയ കൗതുകത്തിന് കാരണമായിട്ടുണ്ട്. എങ്കിലും ഇരു നാവികസേനകളും തമ്മിൽ ഏകോപിപ്പിച്ചിട്ടുള്ളതോ സംയുക്തമായതോ ആയ ഒരു തന്ത്രപ്രധാന ദൗത്യം ഇതിന് പിന്നിലുള്ളതായി നിലവിൽ ഔദ്യോഗിക തെളിവുകൾ ഒന്നുമില്ല. ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമുദ്ര ഇടനാഴിയാണ് വടക്കൻ അറബിക്കടൽ. പേർഷ്യൻ ഗൾഫിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമെന്ന നിലയിലും ആഗോള ഊർജ്ജ വിതരണത്തിൻ്റെയും വാണിജ്യ ചരക്കു നീക്കങ്ങളുടെയും പ്രധാന ട്രാൻസിറ്റ് സോൺ എന്ന നിലയിലും ഈ മേഖലയുടെ സുരക്ഷ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനാൽ തന്നെ വിവിധ പ്രമുഖ രാജ്യങ്ങളുടെ നാവിക സാന്നിധ്യം ഈ പ്രദേശത്ത് നിരന്തരം ഉണ്ടാകാറുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഈ മേഖലയിലേക്ക് പ്രതിരോധ നിരീക്ഷകരുടെ ശ്രദ്ധ കൂടുതൽ തിരിയാൻ കാരണം പാക് നാവികസേന തങ്ങളുടെ പുതിയ ഹാങ്കോർ ക്ലാസ് അഡ്വാൻസ്ഡ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ അന്തർവാഹിനികൾ നാവികസേനയുടെ ഭാഗമാക്കിയതാണ്. ഈ അത്യാധുനിക അന്തർവാഹിനികളുടെ വരവോടെയാണ് 2026 മധ്യത്തോടെ ഇന്ത്യൻ നാവികസേനയുടെ P-8I വിമാനങ്ങൾ കറാച്ചി തീരങ്ങൾക്ക് സമീപമുള്ള അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയത്. പാകിസ്ഥാന്റെ പ്രധാന നാവിക ലോജിസ്റ്റിക് ഹബിന് സമീപമുള്ള ഉപരിതല സമുദ്രാനന്തര നാവിക നീക്കങ്ങളെയും സൈനിക കപ്പലുകളെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിരന്തര പെട്രോളിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ അമേരിക്കൻ നാവികസേനകൾ ഉപയോഗിക്കുന്ന ബോയിങ് P-8 പ്ലാറ്റ്ഫോം ഇന്ന് ലോകത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ശേഷിയുള്ള മാരിടൈം പെട്രോളിംഗ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ സംവിധാനങ്ങളിൽ ഒന്നാണ്. കടലിലെ അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും കണ്ടെത്താനും തകർക്കാൻ ശേഷിയുള്ള ഈ വിമാനം ദീർഘദൂര ഇൻ്റലിജൻസ് നിരീക്ഷണ വിവരങ്ങൾ ശേഖരിക്കൽ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉയർന്ന റെസൊല്യൂഷനുള്ള AN/APY-10 റഡാർ സംവിധാനം വഴി അതിവിദൂരതയിലുള്ള സമുദ്ര ലക്ഷ്യങ്ങളെപ്പോലും കൃത്യമായി പിന്തുടരുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അത്യാധുനിക ഇലക്ട്രോസ് ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകളും കടലിനടിയിലുള്ള അന്തർവാഹിനികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന അക്കോസ്റ്റിക് പ്രോസസ്സിംഗ് സംവിധാനങ്ങളും ഈ വിമാനത്തിൻ്റെ സവിശേഷതയാണ്. കേവലം കാഴ്ചയിലുള്ള നിരീക്ഷണങ്ങൾക്ക് അപ്പുറം മറ്റ് നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ആശയവിനിമയങ്ങൾ, റഡാർ ഉദ്യമനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾസ് ഡാറ്റ ലിങ്കുകൾ എന്നിവ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് സാങ്കേതികവിദ്യയും ഇതിലുണ്ട്. കറാച്ചിക്ക് സമീപം നടന്ന ഈ വിമാന സർവീസുകൾ പൂർണ്ണമായും അന്താരാഷ്ട്ര വ്യോമപാതയിലാണ് നടന്നത് എന്നതിനാൽ ഇവ നിലവിലുള്ള സമുദ്ര നിയമങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ളതാണ്. ഇത്തരം ഓപ്പറേഷനുകൾ സാധാരണ നാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എങ്കിലും ആധുനിക നാവിക തന്ത്രങ്ങളിൽ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. തത്സമയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ശത്രു രാജ്യങ്ങളുടെ നാവിക നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനും ഇത്തരം നിരീക്ഷണങ്ങൾ സഹായിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പടിഞ്ഞാറൻ സമുദ്ര അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനും അയൽ രാജ്യങ്ങളുടെ സൈനിക മുന്നേറ്റങ്ങളെ നിരീക്ഷിക്കാനും ഈ വ്യോമ സാന്നിധ്യം അനിവാര്യമാണ്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ച് ഈ മേഖലയിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതകളുടെ മേൽനോട്ടം വഹിക്കാനുമുള്ള തങ്ങളുടെ ആഗോള നയതന്ത്ര താൽപ്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ദൗത്യങ്ങൾ. ഈ ദൗത്യത്തെക്കുറിച്ച് ഇരു നാവികസേനകളും ഔദ്യോഗിക പ്രസ്താവനകൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സമുദ്ര പരിസ്ഥിതിയിൽ ഇൻ്റലിജൻസ് മേധാവിത്വം നിലനിർത്താൻ ഈ രാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് ഈ വ്യോമ നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്നത്. അറബിക്കടലിൽ പാകിസ്ഥാന്റെ പ്രധാന നാവിക കേന്ദ്രമായ കറാച്ചി തീരത്തിന് സമീപം ഇന്ത്യൻ നാവികസേന നടത്തിയ P-8I പ്രൊസൈഡൻ വിമാനങ്ങളുടെ നിരീക്ഷണം കേവലം ഒരു സാധാരണ പെട്രോളിങ്ങിനുമപ്പുറം അതീവ പ്രാധാന്യമുള്ള ഒരു തന്ത്രപ്രധാന നീക്കമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നീക്കത്തിലൂടെ പാകിസ്ഥാന്റെ അത്യാധുനിക നാവിക നീക്കങ്ങളും പ്രതിരോധ രഹസ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സാങ്കേതികമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഈ ദൗത്യം നിർവഹിച്ചത് ഇന്ത്യൻ വ്യോമസേനയല്ല, മറിച്ച് കടലിലെയും അന്തർവാഹിനികളുടെയും നിരീക്ഷണത്തിനായി പ്രത്യേക പരിശീലനവും അത്യാധുനിക സംവിധാനങ്ങളുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ വ്യോമ വിഭാഗമാണ്. അന്താരാഷ്ട്ര സമുദ്ര പരിധിക്ക് മുകളിലെ വ്യോമപാതയിൽ നിലയുറപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലെ സൈനിക രഹസ്യങ്ങളും തരംഗങ്ങളും ചോർത്തിയെടുക്കാൻ നാവികസേനയുടെ ഈ തന്ത്രപ്രധാന വിമാനത്തിന് പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട്. പാക് നാവികസേന ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച് അടുത്തിടെ തങ്ങളുടെ പടക്കപ്പലുകളുടെ ഭാഗമാക്കിയ
ഹാങ്വോർ ക്ലാസ് അഡ്വാൻസ്ഡ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു. പരമ്പരാഗത അന്തർവാഹിനികളെപ്പോലെ അടിക്കടി വെള്ളത്തിന് മുകളിലേക്ക് വരാതെ ആഴ്ചകളോളം കടലിനടിയിൽ ഒളിച്ചിരിക്കാൻ ശേഷിയുള്ളതാണ് പാകിസ്ഥാൻ്റെ ഈ പുതിയ അന്തർവാഹിനികൾ. ഇത്തരം സമുദ്രാന്തര ഭീഷണികളെ അവയുടെ താവളത്തിൽ വെച്ച് തന്നെ തിരിച്ചറിയാൻ ഇന്ത്യ ഉപയോഗിച്ച P-8I വിമാനങ്ങൾക്ക് സവിശേഷമായ കഴിവുകളുണ്ട്. ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് സാങ്കേതിക വിദ്യ വഴി പാകിസ്ഥാൻ്റെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ ഡാറ്റാ ലിങ്കുകൾ, പ്രതിരോധ റഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ എന്നിവ കൃത്യമായി ചോർത്തിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. കേവലം കടലിൻ്റെ ഉപരിതല കാഴ്ചകൾക്കുമപ്പുറം പാക് നാവികസേനയുടെ സിഗ്നൽ ഇൻ്റലിജൻസും ആശയവിനിമയ ശൃംഖലകളും തകർക്കാൻ അവയുടെ ആവൃത്തി മനസ്സിലാക്കാനും ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്ക് സാധിച്ചു. കറാച്ചി പോലെയുള്ള പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ലോജിസ്റ്റിക് ഹബ്ബിന് തൊട്ടടുത്ത് വെച്ച് ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നത് വഴി ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ കപ്പലുകളെയും അന്തർവാഹിനികളെയും എളുപ്പത്തിൽ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആവശ്യമായ ഡാറ്റാബേസ് ഇതിനകം തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ നാവികസേനയുടെ P-8A വിമാനവും ഇതേ വ്യോമമേഖലയിൽ ഒരേ സമയം പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നതിനാൽ പരോക്ഷമായ ഒരു തന്ത്രപരമായ മേധാവിത്വം ഇൻ്റലിജൻസ് മുൻതൂക്കവും പാകിസ്ഥാന് മേൽ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് അതിർത്തിക്ക് പുറത്തുനിന്നാണ് ഈ നിരീക്ഷണം നടത്തിയത് എങ്കിലും പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ സമുദ്ര അതിർത്തിയിലെ എല്ലാ സൈനിക രഹസ്യങ്ങളും ചോർത്തിയെടുക്കാനും തത്സമയ വിവരങ്ങൾ ഇന്ത്യൻ പ്രതിരോധ ആസ്ഥാനത്തേക്ക് എത്തിക്കാനും ഈ ദൗത്യത്തിന് സാധിച്ചിട്ടുണ്ട്. ശത്രുരാജ്യത്തിൻ്റെ പുതിയ പ്രതിരോധ ആയുധങ്ങളുടെ ശേഷിയും അവയുടെ സിഗ്നൽ രഹസ്യങ്ങളും ചോർത്തുന്നത് വഴി ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സുരക്ഷ പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിഞ്ഞെന്നതാണ് ഈ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.